കാസർഗോഡ് KSRTC താൽക്കാലിക കണ്ടക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുളിയാർ സ്വദേശി യോഗീഷാണ് മരിച്ചത്. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി മൂലമാണ് യുവാവ് തൂങ്ങി മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 18 വർഷമായി KSRTCയിൽ താൽക്കാലിക കണ്ടക്ടറാണ് യോഗീഷ്. ഒരു 3 ആഴ്ച മുമ്പ് തന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്ഥിരത ഒരു വലിയൊരു മാനസിക പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എപ്പോഴും വിളിച്ച സമയത്ത് പറയും, നമുക്ക് സ്ഥിരത നമ്മളെ എംപാല ജീവനക്കാർ ഇത്രയും ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാനായി പോയല്ലോ, ശമ്പളം യഥാർത്ഥത്തിൽ സമയാസമയം കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ ഒരു 3-ാം തീയതി കഴിഞ്ഞ ദിവസം മുഴുവൻ എംപാല ജീവനക്കാരും പുറത്തേക്ക് പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വൈഡ് പബ്ലിസിറ്റി ഉണ്ട്. അത് മുന്നേ മറ്റ് ജീവനക്കാർ കൊടുത്തതിൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വരും എന്നുള്ളൊരു ഒരു വേവലാതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജോലി സംബന്ധമായ കാര്യത്തിൽ ചെറിയൊരു അരാജകത്വം, അസ്ഥിരത കാണുന്നുണ്ട്. 18 വർഷങ്ങളായി KSRTCയിൽ ടെമ്പററി ജോലി ചെയ്യുന്നത്, ടെമ്പററി കണ്ടക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചുവിട്ടതും മറ്റേ കുറേ ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് അവന് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോയി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുന്ന ഒരു കാരണങ്ങളും ഇല്ല. ശമ്പളം ഒരു കറക്റ്റ് സമയത്ത് തരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡ്യൂട്ടി എടുക്കുന്നതല്ലാതെ നമുക്ക് ഏത് ദിവസം പെർമനൻറ്റിന് ഇപ്പോൾ 31-ന് 1-ാം തീയതി കറക്റ്റ് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരെ പോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രിയദർശിനി തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് നമ്മൾ വെല്ലുവിളി എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ്, ഒരു യാത്രക്കാരൻ കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ ജോലിയിൽ നിന്ന് പുറത്താണ്. ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫറോ പണിഷ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. നമുക്ക് ഒരു ഇതില്ലാതെ പണിയിൽ നിന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. ശമ്പളം മര്യാദയ്ക്ക് വരുന്നില്ല. പിന്നെ എടുത്ത ജോലിക്ക് അലവൻസ് ഉണ്ട്. ആ അലവൻസ് എപ്പം വരുമെന്നും അറിയില്ല. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമുക്കും ജീവിക്കണ്ടേ? വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ യോഗീഷിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ 18 വർഷമായി KSRTCയിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം, അതിനിടെ വിവാഹം പോലും ഉറപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് യോഗീഷ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ ഒരു യോഗീഷിന്റെ മാത്രം പ്രശ്നമല്ല, നിരവധി KSRTCയിലെ താൽക്കാലിക ജീവനക്കാർ സമാനമായ ദുരിതം അനുഭവിക്കുന്നുണ്ട്, മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന വിഷയം? പ്രധാനമായും ഈ ജോലി സംബന്ധമായ വിഷയം തന്നെയാണ് ഇത്തരത്തിലൊരു ജീവനെടുക്കാൻ കാരണം എന്നാണ് ബന്ധുക്കളും അതോടൊപ്പം സഹപ്രവർത്തകരും പറയുന്നത്. ഇദ്ദേഹം 18 വർഷമായി KSRTC ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയാണ്. ഈ കാസർഗോഡ് ചൊള്ളിയ റൂട്ടിലാണ് ഇദ്ദേഹം കൂടുതലായും സർവീസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവാഹം കൂടി ഇയാൾക്ക് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ജോലി പോയാൽ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന ഒരു സമ്മർദ്ദമായിരിക്കാം. അങ്ങനെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് കുടുംബക്കാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും പറയുന്നത്. സഹപ്രവർത്തകരോടും ഈ കാര്യം പങ്കുവെച്ചെന്നാണ് അവർ പറയുന്നത്. നമ്മോട് തന്നെ അവർ പ്രതികരിച്ചത് അങ്ങനെയാണ്. അതായത് വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. 18 വർഷമായുള്ള ഒരു ജോലിയാണ്. കാരണം അദ്ദേഹത്തിന് 41 വയസ്സായിരിക്കുന്നു. ഇത്രയും കാലം KSRTC ബസ്സിൽ ഇത്തരത്തിൽ ജോലി ചെയ്ത് ഇനിയിപ്പോൾ മറ്റൊരു ജോലി തേടേണ്ട സാഹചര്യം, അത് വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും KSRTC നടപ്പിലാക്കുന്ന ഒരു ഇത്തരത്തിലുള്ള പ്രിയദർശിനി പോലുള്ള പദ്ധതി, ആ പദ്ധതിയിൽ ഈ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ, അതിൽ പരാതി ഉണ്ടായാൽ അവരെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടി കടക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയം, അങ്ങനെയുള്ള ഒരു സമയത്ത് തന്റെ ജോലി കൂടി പോകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഇങ്ങനെ ജീവനൊടുക്കിയെന്നാണ് പറയുന്നത്. ഏതായാലും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. ആദൂർ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കുടുംബവും അതോടൊപ്പം KSRTCയിലെ മറ്റ് സഹപ്രവർത്തകരും പറയുന്നത് ഇദ്ദേഹം ഈ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി, ആ ഭീതിയിലാണ് ജീവനൊടുക്കിയതെന്നാണ്. യെസ്, അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ യോഗീഷിനെ അലട്ടിയിരുന്നോ? കാരണം ഈ ഇത്തരം ജോലി പോകുമെന്നൊരു ഭയം, ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ ബൈജു? ആത്മഹത്യാ കുറിപ്പ് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു 18 വർഷമായ ഒരു ജോലി നോക്കുന്നു. ആ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ വിഷയം KSRTCയിലെ താൽക്കാലിക ജീവനക്കാരുടെ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയാണ്. അതിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അപ്പോൾ വിവാഹം കൂടി ഉറപ്പിച്ച സാഹചര്യത്തിൽ യോഗേഷ് അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം
വിവാഹം കൂടി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജോലി പോവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടാവും. ഇദ്ദേഹത്തിന്റെ വീട്, പുതുതായൊരു വീട് ഇപ്പോൾ അടുത്ത് പണിതതാണ്. ഒരു പക്ഷേ അതിന്റെ ബാധ്യതയൊക്കെ ഉണ്ടാകാം. ഏതായാലും ഈ സഹപ്രവർത്തകരുടെ ഉൾപ്പെടെ ഈ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലാണ് ഇവർ സംശയം വരുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നം ഇദ്ദേഹത്തെ ഉള്ളതായി കുടുംബത്തിനും അറിയില്ല, അങ്ങനെ പങ്കുവച്ചിട്ടില്ല, സുഹൃത്തുക്കളോടും പങ്കുവച്ചിട്ടില്ല. അപ്പോൾ പോലീസ് പ്രധാനമായും ഈ ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിഗമനം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ഏതായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം ഇത്തരം ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാൾ ജീവനൊടുക്കുകയാണെങ്കിൽ അത് ടോം പറഞ്ഞതുപോലെ തന്നെ അതൊരു യോഗേഷിന് മാത്രം ഒതുങ്ങുന്നത് അല്ല, വലിയ ഒരു മാനസിക പ്രശ്നം തന്നെയായിരിക്കും വരും ദിവസം. അതിൽ കൃത്യമായ ജാഗ്രത സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിലൊരു വിധി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഇതിന് വിധി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ KSRTCയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഒരുപക്ഷെ യോഗേഷിനെ പോലെ ആശങ്കയുള്ള നിരവധി പേരുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ ജീവനൊടുക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ഇതിനൊന്നും പരിഹാരമല്ല. മറ്റ് ഇപ്പോൾ നമ്മൾ ഇദ്ദേഹം മോർച്ചറിൽ പോയപ്പോൾ തന്നെ അവിടെ സ്വകാര്യ ബസ് ഉടമകൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജോലി പോയാലും മറ്റൊരു ജോലി നൽകാമെന്ന അത്തരത്തിൽ ആളുകളൊക്കെ സഹായിക്കാനുണ്ടാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദം അതിലായിരിക്കാം ജീവനൊടുക്കുന്നത്. കാരണം ഇന്നലെ വരെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. ഇവരും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വന്നപ്പോൾ വീടിന് തൊട്ട് പുറത്തുള്ള ഒരു ഷെഡിന് ആണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട സമയമാണിത്. അതിനുള്ള ഒരു സൂചനയാണിത്. ഇത്തരം സംഭവങ്ങളിനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് ഇതിലൊരു ആശങ്കയുണ്ടാകാം. ഇത്തരത്തിൽ വർഷങ്ങളായി KSRTCയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ആശങ്കയുണ്ട്. നമ്മളോടൊപ്പം പങ്കുവെച്ച സഹപ്രവർത്തകരും പറയുന്നത് തന്നെയാണ് 18ഉം 20ഉം വർഷ ആളുകളാണ്, എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം അവരും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണോ കാരണം എന്നത് സംബന്ധിച്ച് അതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നോക്കി. എന്തായാലും പ്രിയദർശിനി പോലുള്ള ജനകീയ പദ്ധതികൾ അത് നല്ലതാണ്. അത്തരം പദ്ധതികളൊക്കെ സർക്കാർ നടപ്പാക്കട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ KSRTC ജീവനക്കാർ കൃത്യമായി ശമ്പളം കൊടുക്കുന്ന കാര്യവും അത് ഉറപ്പാക്കാനും നമ്മുടെ ഗതാഗത വകുപ്പിന് കഴിയണം. അതല്ലെങ്കിൽ ഇതുപോലെ യോഗേഷിനെ പോലെ നിരവധി മനുഷ്യർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും, നിരവധി കുടുംബങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശമ്പളം പോലും കൃത്യമായി കിട്ടുന്നില്ല, ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക, അതാണ് യോഗേഷിന് ജീവനൊടുക്കാനുള്ള കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.